മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീതിജനകവും ഭയാനകവുമായ സംഭവം അരങ്ങേറുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. ഇന്ത്യയും ആഫ്രിക്കയും അടക്കം ബ്രിട്ടീഷ് കോളനികളായിരുന്ന കാലം. ആ കാലത്താണ് അന്നേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മനുഷ്യവേട്ടയുടെ കഥ പുറം ലോകം അറിയുന്നത്. മനുഷ്യ മൃഗ സംഘർഷത്തിന് മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. കായ്കനികളും ഇലകളും മാത്രം ഭക്ഷിച്ച് മരങ്ങളിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരുടെ പൊതുപൂർവികരിൽ ഒരു പറ്റം ഭക്ഷണത്തിന് ദൗർലഭ്യം നേരിട്ട നാളുകളിൽ മരങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി ഭക്ഷണം തേടി യാത്ര തുടങ്ങിയതാണ് മനുഷ്യ പരിണാമ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് നരവംശാസ്ത്രം പറഞ്ഞു വെക്കുന്നത്. കായ്കളും കനികളും ഇലകളും തേടി അവർ നടത്തിയ യാത്രകൾ വർഷങ്ങളോളം നീണ്ടു. ഓരോ ഇടങ്ങളിലും ഭക്ഷണം തീരുന്നതനുസരിച്ച് അവരുടെ യാത്രകളും നീണ്ടു പോയിക്കൊണ്ടിരുന്നു. ഇത്തരത്തിൽ തുടർന്നു വന്നിരുന്ന യാത്രകളിൽ അവരിൽ വലിയൊരു വിഭാഗം വന്യമൃഗങ്ങൾക്ക് ആഹാരമായി തീരുക പതിവായിരുന്നു. ഭയത്താൽ ഭക്ഷണത്തിനായി യാത്ര ചെയ്തിരുന്ന ആദിമർ അങ്ങനെ എണ്ണത്തിൽ കുറഞ്ഞും പല വഴിക്ക് പിരിഞ്ഞും യാത്ര തുടർന്നു. കായ്കനികൾക്ക് ക്ഷാമം നേരിട്ട കാലത്ത് അവർ ചിലർ ചത്ത ജീവികളുടെ മാംസം ആഹരിച്ച് തുടങ്ങിയിരുന്നു. കാലാകാലങ്ങളിൽ അവർ മൃഗങ്ങൾ ചെയ്യുന്നത് കണ്ട് വേട്ടയാടാൻ പഠിക്കുകയും അത്തരത്തിൽ വേട്ടയാടി ലഭിച്ചിരുന്ന മാംസം മൃഗങ്ങൾ ഭക്ഷിക്കും പോലെ പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്തിരുന്നു. മൃഗങ്ങളുടെ ആക്രമണങ്ങളും വൻ പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ച 1000ഓളം വർഷങ്ങൾ തുടർന്ന യാത്രകൾ മനുഷ്യപരിണാമത്തിന്റെ പ്രധാന ഘട്ടമായി കണക്കാക്കപ്പെട്ടു. പ്രാകൃത മനുഷ്യരിൽ നിന്നും ആധുനിക മനുഷ്യരായ ഹോമോ സാപ്പിയൻസിന്റെ പൂർവികർ ഹോമോ ഇറക്ടസ് എന്ന വിഭാഗമാണ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം എന്ന് കണ്ടെത്തിയത്. ഈ മനുഷ്യ പരിണാമ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കുന്നു. ജീവിച്ചിരുന്ന ആവാസ വ്യവസ്ഥയെ തന്നെ ചുട്ടരിച്ച അതിഭീകരമായ കാട്ടുതീയിൽ നിന്ന് രക്ഷ നേടാൻ അവർ നടത്തിയ പലായനത്തിൽ ഭക്ഷണത്തിന് വലിയ ക്ഷാമമാണ് നേരിട്ടത്. ആ സമയത്താണ് അവർ കാട്ടുതീയിൽപ്പെട്ട് വെന്തുമരിച്ച മൃഗങ്ങളുടെ മാംസം ആഹാരമാക്കിയത്. പച്ച മാംസത്തിലും രുചികരമാണ് വെന്ത മാംസം എന്ന തിരിച്ചറിവ് അവരെ അത്ഭുതപ്പെടുത്തി. പക്ഷേ തീയെ ഭയപ്പെട്ടിരുന്ന അവർക്ക് തീ ഉണ്ടാക്കുക എന്നത് അപ്പോഴും അറിവില്ലാത്ത ഒന്നായി തുടർന്നു പോകുന്നു. നായാടികളായ ഹോമോ ഇറക്ടസ് പിന്നെയും തുടർന്ന യാത്രയിൽ അവർ മറ്റുള്ള ആദിമ മനുഷ്യരെ കാണുകയും അവരിൽ ചിലരിൽ നിന്ന് തീ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് നൂറ്റാണ്ടുകളോളം നീണ്ട മനുഷ്യ പരിണാമ ചരിത്രത്തിൽ ആധുനിക മനുഷ്യൻ ഉണ്ടാവുകയും അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും കൃഷി ചെയ്യാൻ പഠിക്കുകയും ചെയ്തു. കാട് വെട്ടിത്തെളിച്ചും നദീതടങ്ങൾക്ക് സമീപം താമസം ഉറപ്പിച്ചും മനുഷ്യർ സാമൂഹ്യ ജീവികളായി ജീവിച്ചു തുടങ്ങിയ നാളുകളിലാണ് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരിക്കുന്നത്. ആ സംഘർഷം ഈ 21-ാം നൂറ്റാണ്ടിലും തുടർന്ന് പോരുന്നു. മനുഷ്യ മൃഗ സംഘർഷത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീതിജനകവും ഭയാനകവുമായ സംഭവം അരങ്ങേറുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. ഇന്ത്യയും ആഫ്രിക്കയും അടക്കം ബ്രിട്ടീഷ് കോളനികളായിരുന്ന കാലം. ആ കാലത്താണ് അന്നേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മനുഷ്യവേട്ടയുടെ കഥ പുറം ലോകം അറിയുന്നത്. ചോരമടക്കുന്ന, ഭയത്താൽ അസ്ഥികൾ തണുത്തുറയുന്ന, മനുഷ്യൻ നിസ്സഹായനായി നിന്നുപോയ അതിഭീകരമായ മനുഷ്യക്കുരുതിയുടെ ചരിത്രം പറഞ്ഞു വരുന്നത് സാവോയിലെ നരഭോജി സിംഹങ്ങളെ കുറിച്ചാണ്. വർഷം 1896. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കിലിന്ദിനി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിഭാഗം കെനിയയിലെ സാവോയിൽ നിന്നും ഉഗാണ്ടയിലെ സാവോ നദിക്ക് കുറുകെ ഒരു റെയിൽവേ പാലം നിർമ്മിക്കുന്നു. പാലം പണിയുമായി ബന്ധപ്പെട്ട സാവോ പ്രദേശത്ത് ഏകദേശം 8 മൈലുകളോളം വ്യാപ്തിയിൽ തൊഴിലാളികൾക്കായി ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നു. ടെന്റുകളിലായിരുന്നു തൊഴിലാളികളിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത്. ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് അടിമ തൊഴിലാളികളെയാണ് റെയിൽവേ പാലത്തിന്റെ നിർമ്മാണത്തിനായി സാവോയിൽ എത്തിയിരുന്നത്. പൊതുവെ ശാന്തമായിരുന്ന പ്രദേശമായിരുന്ന കിഴക്കൻ ആഫ്രിക്കയിലെ കെനിയയിലെ സാവോ പ്രദേശം മുൾച്ചെടികളും കുറ്റിക്കാടുകളും നിറഞ്ഞ മരുഭൂമി പ്രദേശമായ സാവോയിൽ ആഫ്രിക്കൻ ആനകളും സീബ്രകളും വാർത്തഗുകളും വൈൽഡ് ബീസ്റ്റുകളും ചീറ്റപ്പുലികളും സിംഹങ്ങളും യഥേഷ്ടം വിഹരിച്ചിരുന്നു. കഴിക്കാൻ ധാരാളം ഭക്ഷണവും കുടിക്കാൻ സാവോ നദിയിൽ യഥേഷ്ടം വെള്ളവും. ആഹാര ശൃംഖലയുടെ പ്രവർത്തനം വളരെ കൃത്യമായി തന്നെ നടന്നിരുന്നു. സസ്യ ജന്തുജാലങ്ങളുടെ വൈവിധ്യം നിറഞ്ഞ സാവോ പ്രദേശം മനുഷ്യരക്തത്താൽ നനഞ്ഞ് കുതിർന്നതും രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിക്കുന്ന മനുഷ്യ നിലവിളികളാൽ പ്രകമ്പനം കൊണ്ടതും ചരിത്രത്തിന്റെ താളുകളിൽ മായാതെ
ഒരു ഏടായി ഇന്നും അവശേഷിക്കുന്നു. 1896 ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ലഫ്റ്റനന്റ് കേണൽ ജോൺ പാറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ സാവോ നദിക്ക് കുറുകെ പാലം പണി തകൃതിയായി നടക്കുന്നു. പകലും രാത്രിയിലുമായി ആയിരക്കണക്കിന് തൊഴിലാളികൾ അഹോരാത്രം പണിയെടുക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. ഷിഫ്റ്റുകളിലായി ജോലി നോക്കുന്നവർ രാത്രി വിശ്രമിക്കാൻ അവരുടെ ടെന്റുകളിലേക്ക് പോകുന്നു. ചിലർ പുറത്ത് ആഹാരം പാകം ചെയ്യുന്നു. മറ്റു ചിലർ ചെറിയ തണുപ്പത്ത് തീ കാഞ്ഞിരിക്കുന്നു. പെടുന്നനെ കുറച്ചു ദൂരത്തായി ഒരു വല്ലാത്ത മുരൾച്ച കേൾക്കുന്നു. അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് മനുഷ്യ നിലവിളികളും ഉയരുന്നു. പരിഭ്രാന്തരായ തൊഴിലാളികൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഓടുന്നു. തീ കായാൻ കൂട്ടിക്കിട്ടിരിക്കുന്ന വിറകിൽ നിന്നും തീ പടർത്തി നിലവിളി കേട്ട ഭാഗത്തേക്ക് ടെന്റുകൾ പരിശോധിച്ച തൊഴിലാളികൾ ഭയത്താൽ ഞെട്ടിത്തെരിക്കുന്നു. നിറയെ ചോരപ്പാടുകൾ. ഭയം മായാത്ത കണ്ണുകളാൽ ടെന്റിൽ ഉറങ്ങിക്കിടന്നിരുന്ന തൊഴിലാളികൾ തൊട്ടടുത്തുള്ള മുൾപടർപ്പ് ചൂണ്ടിക്കാട്ടി എന്തോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, അലറുന്നുണ്ടായിരുന്നു. പേടിച്ചിരണ്ട തൊഴിലാളികൾ പറയുന്നത് ഇപ്രകാരമാണ്: തങ്ങളുടെ കൂട്ടത്തിലെ ഒരുവനെ ഉറക്കത്തിനിടയിൽ ഭീകരരൂപിയായ ഒരു പ്രേതം വലിച്ചിഴച്ച് ആ മുൾക്കാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. പ്രേതം തീക്കാറ്റ് പോലെ ആ പേരും വാർത്തയും സാവോയിൽ ഞൊടികിടയിൽ പടർന്നു കഴിഞ്ഞിരുന്നു.